ഹായ് ഗൈസ്, വെൽക്കം ടു പേജസ് ആൻഡ് പാത്വേസ്. പേജസ് ആൻഡ് പാത്വേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഏറ്റവും മനോഹരമായ, എന്നാൽ അധികം ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അധികം ആരും അങ്ങനെ പോയിട്ടില്ലാത്ത ഒരു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സൗത്തിൽ നിന്നൊന്നും അധികം ആരും അങ്ങനെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ്. രാജസ്ഥാനിലെ മഹാനലേശ്വർ ഒരേ സമയം ചരിത്രവും ഒപ്പം പ്രകൃതിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരിടം. രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിലെ ചിത്തോഡ്ഗഡിൽ നിന്നും ബൂന്ദിയിലേക്കുള്ള വഴിയിലാണ് 11-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ അമ്പലം നിൽക്കുന്നത്. മഹാദേവനായ ശിവന് വേണ്ടി ആണ് ഈ അമ്പലം സമർപ്പിച്ചിരിക്കുന്നത്. അമ്പലത്തിലേക്ക് കടന്നു വരുന്ന മെയിൻ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വശങ്ങളിലായി 2 പ്രതിമകൾ നമുക്ക് കാണാം. ഒന്ന് ബ്രഹ്മദേവനാണ്, മറ്റൊന്ന് ഗണപതിയും. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഗണപതിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഗണപതിയുടെ മുഖം പാതി വെച്ച് ഛേദിക്കപ്പെട്ട രീതിയിലാണ് ഇതിൽ കാണുന്നത്. ഒപ്പം വയറ്റത്തൊരു പാമ്പിനെയൊക്കെ കെട്ടിയിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഗണപതി തന്നെ, പക്ഷേ മുഖം എന്തോ ഛേദിക്കപ്പെട്ട രീതി. ഇത് ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കിയത് അതോ പിന്നീട് വന്ന മാറ്റമാണോ എന്ന് അറിയില്ല. എല്ലാ ശിവക്ഷേത്രങ്ങളിലെ പോലെ ശിവൻ്റെ മുന്നിൽ ഇവിടെ ഒരു നന്ദികേശനുണ്ട്. നന്ദികേശൻ്റെ കൈക്ക് എന്തോ ഒരു ചെറിയൊരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, കാലപ്പഴക്കം. ഇത് 11-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ടൊരു പണി കഴിപ്പിച്ചൊരു അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായ കേടുപാടുകളും ഉണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണും മുഗൾ ഭാഗത്ത് വൃത്താകൃതിയിലുള്ളൊരു മകുടമാണ് ചിത്രപ്പണികളോട് കൂടിയത്. അത് താങ്ങി നിർത്താനായി 4 വശങ്ങളിൽ 4 തൂണുകളുണ്ട്. ഈ തൂണുകളുടെ മുകളിലായിട്ട് വ്യാളിമുഖങ്ങളും മറ്റ് കലാരൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഒപ്പം വശങ്ങളിൽ ആനയുടെയും കുതിരയുടെയൊക്കെ മുഖം കൊത്തുപണികളുണ്ട് കല്ലിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലേക്ക് നേരെ കടന്നു ചെല്ലുമ്പോഴാണ് അവിടെ ശിവൻ്റെ ഒരു മൂർത്തി ഇരിക്കുന്നതും പൂജ ചെയ്യുന്നതൊക്കെ. നമുക്കതങ്ങനെ വീഡിയോയിൽ പകർത്താൻ കഴിയാത്തതിനാൽ നമ്മളത് എടുത്തിട്ടില്ല. പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. അമ്മാതിരി ഐറ്റംസാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ഇന്നത്തെ കാലത്തല്ല, 11-ാം നൂറ്റാണ്ട്. ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പോലെ എന്താ പറയുന്നത്, ഈ ടെക്നോളജി ഒന്നും ഇത്രയും വളർന്നിട്ടില്ലാത്ത ആ ഒരു കാലത്ത് അവർ ചെയ്തു വെച്ചിട്ട് എല്ലാം കൈകൊണ്ട് കൊത്തിയെടുക്കുന്നത്. ഇത് മുഴുവൻ ഈ ഒരു ശില്പങ്ങൾ, ഈ അമ്പലം മുഴുവൻ ശില്പങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിന് മറ്റൊരു പേരും കൂടെയുണ്ട്, മിനി ഖജുരാഹോ എന്ന് വിളിക്കും. അതും ഖജുരാഹോയുടെ ആ ഒരു രീതിയിൽ ഉള്ള കൊത്തുപണികൾ ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് മിനി ഖജുരാഹോ എന്നൊരു പേര് കൂടെ ഇതിന് വന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ക്ഷേത്രം പണിഞ്ഞിരിക്കുന്ന രീതി. അതായത് ഭൂമിജ എന്നൊരു രീതിയുണ്ട്, ഭൂമിജ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അതായത് നമ്മുടെ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന്, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഈ ചിതൽപുറ്റുകളൊക്കെ എങ്ങനെയാണോ മുകളിലേക്ക് വരുന്നത് ആ രീതിയിലാണ് ഈ ഒരു അമ്പലവും പണിഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ഈ ഭൂമിജ എന്നൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണത്. അതും അന്നത്തെ കാലത്ത് 11-ാം നൂറ്റാണ്ടിൽ. ഇനി നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ വശം കൂടി ഒന്ന് നോക്കാം. അതായത് 11-ാം നൂറ്റാണ്ടിലെ ചൗഹാൻ രാജവംശത്തിലെ രാജാവായിരുന്ന സോമേശ്വരൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി, അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിരുന്ന സുഹാവാദേവിയും കൂടെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതായത് ഈ ക്ഷേത്രം, ഇതിന് ചേർന്നൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദി കഴിഞ്ഞ് നദിയുടെ അങ്ങേ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രം, ഇതിലും അല്പം ചെറുതാണെന്നേ ഉള്ളൂ, ഇതിൻ്റെ ഡിക്റ്റോ ഒരു ക്ഷേത്രം കൂടി പണിഞ്ഞിട്ടുണ്ട്. അത് ഈ വലിയ ക്ഷേത്രം പണിഞ്ഞത് രാജാവും ഇദ്ദേഹത്തിൻ്റെ രാജ്ഞി ആണ് മറ്റേ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. ഇതിനോട് ചേർന്നൊരു ആൽമരവും ഒരു ആൽത്തറ എല്ലാം ഉണ്ട് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ. ഇത് കാണുമ്പോൾ ശരിക്കും നാട്ടിലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് വരുന്നത്. ആലാണെന്ന് തോന്നുന്നില്ല, മറ്റെന്തോ ഒരു മരമാണ്. എന്നിരുന്നാലും പണ്ട് നമ്മൾ ഈ വൈകുന്നേരം ആയാൽ അമ്പലത്തിൽ പോയി ഇതുപോലെ ആൽത്തറയിലേക്ക് ഇരുന്ന് സ്വറയടിച്ചിരിക്കും. കാരണം വീട്ടിലെ ആ ഒരു സീരിയൽ ടൈമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിലെത്താൻ, അല്ലെങ്കിൽ വെറുതെ കണ്ണീർ സീരിയൽ കണ്ട് നമ്മളോട് കരയേണ്ടി വരും. ആ
ഒരു ഫീൽ, ആ ഒരു ഓൾഡ് മെമ്മറീസ് ഒക്കെയാണ് ഇത് ഇവിടെ ഇരുന്നപ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കാണുന്നതെല്ലാം ഇതിനോട് ചേർന്നുള്ള മണ്ഡപങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഇരിക്കാം. ഈ കാലപ്പഴക്കവും അതുപോലെ രാജസ്ഥാനിലെ കാലാവസ്ഥയും അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് പോയതായിരിക്കും ഇതെല്ലാം. ഈ കാണുന്നതാണ് നമ്മുടെ ആ വെള്ളച്ചാട്ടം. അതായത് നദി ഒഴുകി ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു 150 അടി താഴ്ചയിലേക്ക് ആണ് ഈ വെള്ളം ചെന്ന് വീഴുന്നത്. അത്യാവശ്യം അങ്ങനെ രാജസ്ഥാനിൽ ഇതുപോലെ ഇത്രയെങ്കിലും വെള്ളവും പച്ചപ്പുമൊക്കെ കാണുന്നതിനെ വളരെ വലിയ അത്ഭുതമാണ്. കാരണം നമ്മളെപ്പോഴും കേട്ടുള്ള രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കടത്തിവിടില്ല എന്നൊക്കെയല്ലേ. പക്ഷെ ആ ഒരു മരുഭൂമി മാത്രമല്ല, ഇവിടെ നദിയും ഒപ്പം വെള്ളവും വെള്ളച്ചാട്ടവും എല്ലാം ഉണ്ട്. അങ്ങേ സൈഡ് വരുമ്പോഴാണ് നമ്മുടെ രാജ്ഞി പണി കഴിപ്പിച്ച അമ്പലം. അമ്പലത്തിന് മുന്നിൽ അതുപോലൊരു നന്ദികേശൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ നന്ദികേശൻ എന്തോ അതിൻ്റെ തല ഛേദിക്കപ്പെട്ട രീതിയിലാണ്. അതിനുശേഷം അവിടെ പുതിയൊരു ചെറിയൊരു നന്ദികേശനെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്പലവും നല്ല പഴക്കം ചെന്ന ആ ഒരു പഴമ വിളിച്ചു പറയുന്നുണ്ട്. അമ്പലം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരു പഴമ ശരിക്കും കാണുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. മറ്റേ അമ്പലത്തിൻ്റെ അതേ സെയിം രീതിയിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ യാത്രകളും ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ടാണിത്. രാജസ്ഥാൻ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജസ്ഥാൻ ബക്കറ്റ് ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾ രാജസ്ഥാനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഈ മിനി ഖജുരാഹോയും. ഒരിക്കലും ഒരു നഷ്ടമാവുകയില്ല. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.